നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കുട്ടികളിലെ ദന്ത സംരക്ഷണം. പാൽപ്പല്ലുകളുടെ സംരക്ഷണം എന്നത് രക്ഷകർത്താക്കൾ ഇന്ന് നിസ്സാരമായി കാണുന്നൊരു കാര്യമാണ്. പാൽപ്പല്ലല്ലേ, അത് പൊഴിഞ്ഞു പോകില്ലേ, അതിനെ പിന്നെ എന്തിനാ സംരക്ഷിക്കുന്നേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ പാരൻസിൻ്റെ ശ്രദ്ധക്കുറവ് കാരണം കുഞ്ഞുങ്ങളിലെ പാൽപ്പല്ലുകൾക്ക് കേടുവരാനും അത് പിന്നീട് വേദന ഉണ്ടാകാനും പിന്നീട് അതിനെ എടുത്ത് കളയേണ്ട അവസ്ഥ വരെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പാൽപ്പല്ലിൻ്റെ സംരക്ഷണം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നല്ല പല്ലല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറ്റത്തില്ല, കോൺഫിഡൻസ് ലെവലിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല, അത് പിന്നീട് ആരോഗ്യത്തെയും വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അതുകൂടാതെ നല്ലൊരു സംരക്ഷണം പാൽപ്പല്ലിന് കൊടുക്കുകയാണെങ്കിൽ അത് പിന്നീട് കുഞ്ഞുങ്ങളിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റായിട്ട് അത് മാറും. അതിനാൽ തന്നെ പാൽപ്പല്ല് സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. പാൽപ്പല്ലുകളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്ന് നോക്കാം. എല്ലാവരുടെയും ധാരണ പാൽപ്പല്ലുകൾ പ്രത്യക്ഷമായതിനു ശേഷം മാത്രം പല്ല് വൃത്തിയാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ വായ വൃത്തിയാക്കി കൊടുത്താൽ മതി എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഗർഭകാലം മുതലേ അതിൻ്റെ പരിചരണം തുടങ്ങണം. കാരണം ഗർഭാവസ്ഥയിൽ തന്നെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് കുഞ്ഞുങ്ങളിൽ പല്ലിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് തന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരങ്ങൾ അമ്മ കഴിക്കണം. അപ്പോൾ അത് കുഞ്ഞിൻ്റെ പല്ലിനെ നല്ല ഡെവലപ്മെൻറ്റിനെ സഹായിക്കും. ജനിച്ച 6 മാസം വരെ കുഞ്ഞുങ്ങളിൽ പാൽപ്പല്ലുകൾ ഉണ്ടാകില്ല. പക്ഷേ അപ്പോൾ പോലും നമ്മൾ വായ ക്ലീൻ ചെയ്ത് കൊടുക്കണം. എങ്ങനെ നമുക്ക് വായ ക്ലീൻ ചെയ്ത് കൊടുക്കാം? കുഞ്ഞുങ്ങളിലെ മോണ, അതായത് ഗം പാഡ്സ് എന്ന് പറയും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഒരു സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത്, ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് മോണ ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് വളരെയേറെ സഹായകമാണ്. പിന്നീട് ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളിൽ പാൽപ്പല്ലുകൾ പ്രത്യക്ഷപ്പെടും. അപ്പോൾ തന്നെ ഒരു കുഞ്ഞു ടൂത്ത് ബ്രഷ്, അതായത് ഒരു ഫിംഗർ ബ്രഷ് എന്നൊക്കെ പറയും, അതുപോലെ നമ്മുടെ വിരലിൽ തന്നെ ഇട്ട് കുഞ്ഞിൻ്റെ വായിൽ പല്ല് തേച്ച് കൊടുക്കുക. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ബ്രിസ്റ്റിൽസ് ഉള്ള ബ്രഷസ് ഉണ്ട്. ഓരോ ഏജ് വെച്ചിട്ട് നമുക്ക് ബ്രഷസ് അവൈലബിൾ ആണ്. അങ്ങനെ അത് വാങ്ങി ഉപയോഗിക്കാം. ഒരു 2 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ തുപ്പാൻ പഠിക്കുന്നത് വരെ പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് നമുക്ക് ബ്രഷും വെള്ളവും മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഇനി 2 വയസ്സിന് ശേഷം ആണെങ്കിൽ ഒരു അരിമണിയുടെ അത്രയുള്ള ഒരു പേസ്റ്റ് ഉപയോഗിക്കാം, സോഫ്റ്റ് ബ്രഷും. അതുപോലെ 3 വയസ്സിന് ശേഷമാണെങ്കിൽ, ഇപ്പം 3 വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്ക് അരിമണിയുടെ അത്രയുള്ള പേസ്റ്റ് മതി. 3 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് പയറുമണിയുടെ അത്രയുള്ള പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് കുഞ്ഞുങ്ങളിൽ ഒരു നല്ല ബ്രഷിംഗ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനായി ഡെയിലി 2 നേരം, രാവിലെ അതുപോലെ രാത്രി കിടക്കുന്നതിന് മുൻപും ബ്രഷ് ചെയ്യിപ്പിക്കുക. വളരെ നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കാൻ അത് സഹായിക്കും. അതുപോലെ തന്നെ 2 മിനിറ്റ് പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി പാരൻസ് ഉറപ്പാക്കണം. ഒരു 6 മുതൽ 8 വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങളെ സൂപ്പർവൈസ് ബ്രഷിങ് ചെയ്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുമ്പോഴത്തേക്ക് അവർക്ക് ആയിട്ട് വിട്ടുകൊടുത്താൽ മതി. അതുവരെ നമുക്ക് സൂപ്പർവൈസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ടോ, അതുപോലെ ബ്രഷ് എല്ലായിടത്തും എത്തുന്നുണ്ടോ എന്നുള്ളതും കൂടി പാരൻസ് നോക്കണം. എല്ലാ ഭാഗത്തും ബ്രഷിൻ്റെ ബ്രിസ്റ്റിൽസ് എത്തണം. നന്നായിട്ട് ഒരു സർക്കുലർ മോഷനിലാണ് കുട്ടികളിൽ ബ്രഷിങ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും. അഡൾട്ട്സിൻ്റെ കാര്യം പറയുന്ന പോലെ കുഞ്ഞുങ്ങളിലും ഇലക്ട്രിക് ടൂത്ത് ബ്രഷസ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് ചെയ്താൽ അതിൽ ടൈമറുണ്ട്. 2 മിനിറ്റ് വരെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ അത് കൂടുതൽ സഹായിക്കും.
കുറച്ച് വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലോസിങ്ങും കൂടെ പഠിപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്രഷിങ്ങും ഫ്ലോസിങ്ങും മെയിനായിട്ട് ചെയ്യേണ്ടതാണ്. ഫ്ലോസിങ് എന്ന് പറയുമ്പോൾ ഒരു നൂല് പോലത്തതാണ്. അത് വെച്ചിട്ട് നമ്മൾ പല്ലുകളുടെ ഇടയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് അവിടെ കേട് വരാതെ സൂക്ഷിക്കും. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്യണം. കാരണം മോണയൊക്കെ ചിലപ്പം എന്തെങ്കിലും കേട് വരാൻ സാധ്യതയുണ്ട്, മോണ മുറിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണം കുട്ടികൾ ചെയ്യുമ്പോൾ. അഡൾട്ട്സിന് ഇത് നോർമലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്ലോസിങ് എന്നുള്ളത്. അതുപോലെ കുട്ടികൾക്ക് ഷുഗറി ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുക, പരമാവധി ലിമിറ്റ് ചെയ്യുക. ഇപ്പോൾ ചോക്ലേറ്റ്സ് ആയാലും അതുപോലെ സ്റ്റിക്കി ഫുഡ്സ് ആയാലും പ്രോസസ്ഡ് ഫുഡ്സ് ആയാലും ഇതൊക്കെ പരമാവധി ലിമിറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഒന്ന് വായ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു നല്ലൊരു ഹാബിറ്റാക്കി കൊടുക്കുക കുട്ടികൾക്ക്. അത് വളരെയേറെ അവർക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ളൊരു ഹാബിറ്റായിട്ടത് മാറും. അങ്ങനെ തന്നെ ദന്ത പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ. അതുപോലെ സ്റ്റിക്കി ഫുഡ്സൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ബ്രഷ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പിന്നെ കുട്ടികളിൽ സാധാരണയായി കാണുന്നതാണ് നേഴ്സിംഗ് കേരീസ് എന്ന് പറയും, അല്ലെങ്കിൽ നേഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നൊക്കെ പറയും. അതായത് അമ്മയുടെ പാല് കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങുക, അതുപോലെ കുപ്പിപ്പാൽ കുടിക്കുക, അതൊക്കെ കുടിച്ചുകൊണ്ട് കിടന്ന് കുഞ്ഞുങ്ങൾ ഉറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ വായിൽ പാല് തങ്ങി നിന്നിട്ട് പല്ലുകൾക്ക് കേട് വരാറുണ്ട്. അപ്പോൾ അതിനാൽ അത് നമ്മളിപ്പം പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിന് കുറച്ച് വെള്ളം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം വെള്ളം കൊടുത്ത് അപ്പോഴത്തേന് ആ വായിൽ ഉള്ള പാലിൻ്റെ അംശമൊക്കെ അങ്ങ് മാറിയിരിക്കും. അപ്പം അത് പിന്നീട് കേട് വരാതെ സംരക്ഷിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മോണയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പല്ലൊക്കെ ഒന്ന് തേച്ച് ഒക്കെയാണ് കിടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്ന കുട്ടികൾക്ക് നമ്മൾ ലാസ്റ്റ് ഇച്ചിരി വെള്ളം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ കുട്ടികളിൽ നല്ലൊരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാരൻസ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് കുട്ടികൾക്ക് റോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യമൊക്കെ ജ്യൂസ് കൊടുത്താൽ മതി. ഒരു 2 വയസ്സ് കഴിയുമ്പോൾ പല്ലൊക്കെ വന്നതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ കഴിക്കാനുള്ള രീതിയിൽ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ കൊടുക്കാം. ചോപ്പ് ചെയ്ത് വളരെ ചെറുതായിട്ടൊക്കെ ചോപ്പ് ചെയ്ത് ചെറിയ രീതിയിലൊക്കെ കൊടുത്തു തുടങ്ങും. പിന്നീട് നന്നായിട്ട് കഴിക്കാവുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് പല്ലിനും എല്ലിനും ഒക്കെ നല്ല ബലം കൊടുക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ധാരാളമായി വെള്ളം കുടിക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾ അഡൾട്ട്സ് ആണെങ്കിലും വെള്ളം കുടിക്കുന്നത് നമ്മുടെ ദന്തക്ഷയം അതുപോലെ ദന്തരോഗങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ ഒരു സംരക്ഷണം ലഭിക്കുന്നതായിരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതെല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എപ്പോഴാണ് കുഞ്ഞുങ്ങളെ ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടത്. സാധാരണഗതിയിൽ പല്ലു വേദന വരുമ്പോഴോ അല്ലെങ്കിൽ വായിൽ ഈ മോണ നീര് വരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമ്പോഴാണ് കുട്ടികളെ കൊണ്ട് പാരൻസ് ഡെന്റിസ്റ്റിനെ കാണാൻ വരുന്നത്. എന്നാൽ നിങ്ങൾ ഓർക്കുക, ഈ 6 മാസം തുടങ്ങുമ്പോൾ തന്നെ പല്ലുകൾ വരുന്ന ആ സമയത്ത് തന്നെ ഡെന്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു ഡെന്റിസ്റ്റ് ഫിയർ ഒന്ന് കുറഞ്ഞു കിട്ടും. അവരൊരു ഫ്രണ്ടായിട്ട് അവരെ കാണും. അപ്പോൾ ഓരോ 6 മാസം കൂടുന്തോറും ഒന്ന് ഡെന്റിസ്റ്റിനെ കാണിക്കുക. അതിപ്പോൾ പല്ല് വേദന വന്നോ അല്ലെങ്കിൽ വേദന വരാതിരിക്കുകയോ അതൊന്നും വിഷയമല്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുക. അപ്പോൾ കാണിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനം കിട്ടും, പല്ലിനൊന്നും കുഴപ്പമില്ല എന്നുള്ള ഒരു ഇത്. അപ്പോൾ സാധാരണഗതിയിൽ പാരൻസിന് അല്ലെങ്കിൽ ആർക്കും പെട്ടെന്ന് പിടികിട്ടത്തില്ല കേട് വരികയാണോ കേടിൻ്റെ തുടക്കമാണോ എന്നൊന്നും. അപ്പോൾ അത് ഡെന്റിസ്റ്റിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 6 മാസം കൂടുമ്പോൾ തന്നെ ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ആദ്യം വേദനയൊന്നും വരത്തില്ല, ഒരു ചെറിയ ചോക്കി വൈറ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് അടയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ സിവിയറായിട്ട് പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, പൾപെക്ടമി എന്നൊക്കെ പറയും കുട്ടികളിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ പല്ല് ഒട്ടും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എടുത്തു കളയേണ്ട വരെ അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെന്റിസ്റ്റിന് ഒരു 6 മാസം കൂടുമ്പോൾ കാണേണ്ടത്
പ്രത്യേകിച്ച് പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിനെ തന്നെ കാണിക്കാൻ ശ്രദ്ധിക്കണം. അതായത് കുട്ടികളുടെ ദന്ത രോഗങ്ങളെക്കുറിച്ച് നോക്കുന്ന ഒരു ഡോക്ടറാണ് പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ്. അപ്പം ആ ഡെൻറ്റിസ്റ്റിനെ തന്നെ കാണിക്കാനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് മൗത്ത് ഗാർഡ്സ് ആണ്. അത് സാധാരണ കുട്ടികളിൽ കളിക്കുമ്പോൾ അവർ വീണിട്ട് പല്ല് പോവാനോ അതുപോലെ മുറിയാനോ ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ഷനായിട്ട് ഒരു ഹെൽമെറ്റ് പോലെ ആക്ട് ചെയ്യുവാണ് ഈ മൗത്ത് ഗാർഡ്സ് എന്നുള്ളത്. അപ്പോൾ അത് ഈ ചില കുട്ടികൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ അവസാനമായിട്ട് പറയാനുള്ളത്, നാം പാരൻസ് ഒരു റോൾ മോഡലായിരിക്കണം. കുട്ടികൾക്ക് നല്ലൊരു മോഡലായിരിക്കണം. നമ്മൾ കറക്റ്റ് രീതിയിൽ ബ്രഷ് ചെയ്യുക, അതുപോലെ ഫ്ലോസ് ചെയ്യുക, നമ്മൾ നല്ല ഹെൽത്തി ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഹെൽത്തി ഡയറ്റ് കൊണ്ടുവരിക നമ്മുടെ ഡയറ്റിൽ. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ അതുപോലെ സ്റ്റിക്കി ഫുഡ്സ്, ചോക്ലേറ്റ്സ് ഇവയൊക്കെ റെഡ്യൂസ് ചെയ്യുക. കൂടുതലും നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇതെല്ലാം കാണുമ്പോൾ തന്നെ കുട്ടികൾ അവരെ കണ്ട് അത് ചെയ്തോളൂ. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു റോൾ മോഡലായാൽ മാത്രം മതി. നേരത്തെ തന്നെ ഒരു നല്ല ഒരു ഹാബിറ്റ് തുടങ്ങുകയാണെങ്കിൽ അവർ ലൈഫ് ലോങ് ആയിട്ട് അതൊരു ഗുഡ് ഹാബിറ്റായിട്ട് മാറും. അതുപോലെ തന്നെ ഒരു പരിധി വരെ ദന്തരോഗങ്ങളും ദന്തക്ഷയം പോലുള്ള രോഗങ്ങളും ഒക്കെ മാറിക്കിട്ടാനും ഇത് സഹായകമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു. ബൈ. നെക്സ്റ്റ് വീഡിയോ ആയി കാണാം.